നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത ടേം പറയുന്നുണ്ട് ബിസിനസ് ഒബ്ജക്റ്റീവ്സ്. ബിസിനസ് ഒബ്ജക്റ്റീവ്സ്. സോ മാനേജീരിയൽ ഒബ്ജക്റ്റീവ്സ്, ബിസിനസ് ഒബ്ജക്റ്റീവ്സും സെയിം ആണ്. ബിസിനസ് ഒബ്ജക്റ്റീവ് ഈസ് ദി intended goal which prescribes definite scope and suggests directions to offer effort of management എന്നാണ് മാനേജർ. അതായത് ഒരു ബിസിനസ്സിന് എന്താണോ ലക്ഷ്യം അതിനെ പറയുന്ന പേരാണെന്ത് ബിസിനസ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ ഇൻറ്റൻറ്റഡ് ഗോൾ, അതാണ് ഒരു ഉദ്ദേശിക്കുന്ന ലക്ഷ്യമാണ് എന്ന് പറയാം. വിച്ച് പ്രിസ്ക്രൈബ്സ് സ്കോപ്പ്, അതിനെന്തുണ്ട് ഡെഫിനറ്റ് സ്കോപ്പ് ഉണ്ട്. ആൻഡ് സജസ്റ്റ് ഡയറക്ഷൻസ് ടു എഫേർട്ട് ടു ഓഫ് മാനേജർ എന്നാണ്. ഈ മാനേജറുടെ എഫേർട്ടിനെ സജസ്റ്റ് ചെയ്യുന്ന എന്താ പറയുക വ്യക്തമായ എന്താ പറയുക ലക്ഷ്യമുള്ള ഗോളിനെ പറയുന്ന പേരാണെന്ത് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം. ഇൻറ്റൻറ്റഡ് ഗോൾ, അതായത് ഒരു കമ്പനി എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് അതിനെ പറയുന്ന പേരാണെന്ത് ഒബ്ജക്റ്റീവ്സ് എന്ന്, ബിസിനസ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം. അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് ഒബ്ജക്റ്റീവ്സ് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഇൻ നാച്ചർ എന്നാണ്. ഒരു ബിസിനസ്സിന് ഒരു ലക്ഷ്യമാവില്ല ഉണ്ടാവുക, ഒന്നിൽ കൂടുതലുള്ളത് കൊണ്ട് ബിസിനസ് ഒബ്ജക്റ്റീവ്സ് ഈസ് മൾട്ടിപ്പിൾ ഇൻ നാച്ചർ എന്ന് പറയാം. ഒബ്ജക്റ്റീവ്സ് ഹാവ് ഹൈറാർക്കി എന്നാണ്. ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ഒരു സ്ട്രക്ചറിനാണെന്ന് പറയാം ഹൈറാർക്കി എന്ന് പറയാം. ഒരു ബേസിക് ലെവലിൽ നിന്ന് ഇങ്ങനെ കയറി പോയി ഇവിടെ കുറേ ലക്ഷ്യങ്ങളുണ്ടാവും. അങ്ങനെ ഏറ്റവും അറ്റത്തേക്ക് എത്തേണ്ട ഒരു ഷാർപ്പ് നീറുണ്ടായിരിക്കും. അങ്ങനെ ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിലാണ് എന്ത് വരിക ബിസിനസ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം. ഒബ്ജക്റ്റീവ്സ് ഫോം എ നെറ്റ്വർക്ക് എന്നാണ്. അവിടെ നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നുണ്ട്. എംപ്ലോയീസിന് നെറ്റ്വർക്ക് ഉണ്ട്, വർക്ക് നെറ്റ്വർക്ക് ഉണ്ട്, അങ്ങനെ നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നു. ഒബ്ജക്റ്റീവ്സ് മേ ബി ലോങ് റൺ ഓർ ഷോർട്ട് റൺ. ലോങ് റൺ ഒബ്ജക്റ്റീവ്സ് ആവാം, ഒരു വർഷത്തേക്കുള്ളതാവാം, 5 വർഷത്തേക്കുള്ളതാവാം, ഒരു മാസത്തേക്കുള്ളതാവാം, ലോങ് റൺ ആവാം, ഷോർട്ട് റൺ ആവാം എന്ന് പറയുന്നു. ഒബ്ജക്റ്റീവ്സ് മേ ബി ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ ഓർ നോട്ട്. നമുക്ക് കാണാവുന്ന ഒബ്ജക്റ്റീവ്സ് ആവാം, കാണാൻ പറ്റാത്ത ഒബ്ജക്റ്റീവ്സ് ആവാം. പ്രയോറിറ്റി, ഒബ്ജക്റ്റീവ്സിന് എന്തുണ്ട് പ്രയോറിറ്റി, ആദ്യം നേടേണ്ടത് ഈ ലക്ഷ്യം, പിന്നെ ഇത്, അങ്ങനെ എന്തുണ്ട് ഓർഡർ ഉണ്ടാവും പ്രയോറിറ്റി. ഒബ്ജക്റ്റീവ്സ് ആവ് വെരിഫയബിൾ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെരിഫൈ ചെയ്യാൻ പറ്റും ഒബ്ജക്റ്റീവ്സ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ 2019 20 നേടേണ്ട ലക്ഷ്യങ്ങൾ കണ്ടെത്തി 20 നമുക്ക് എന്ത് ചെയ്യാം വെരിഫൈ ചെയ്യാം. അത് ഉണ്ടായോ, എന്താണ് ഷോർട്ട് ഉണ്ടായത്, അതിനേക്കാൾ കൂടുതലാണോ കുറവാണോ നമുക്ക് എന്ത് ചെയ്യാം വെരിഫൈ ചെയ്യാം. ചാൻസസ് ഓഫ് ക്ലാഷ് ബിറ്റ്വീൻ ഒബ്ജക്റ്റീവ്സ്, രണ്ട് ഒബ്ജക്റ്റീവ്സിൻ്റെ ഇടയിൽ ക്ലാഷുകൾ ഉണ്ടാവാൻ, പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു. അതേപോലെ നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണിത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയാം. ഇവിടെ ഒരു ഹെഡിങ് കൊടുക്കണം, ഡിസിഷൻ മേക്കിംഗ് കേട്ടോ. ഹെഡിങ് അപ്പുറത്തെ പേജിലാണ്, അപ്പോൾ എടുക്കേണ്ട വെച്ചിട്ട് ഞാൻ ചെയ്തതാണ്. ഹെഡിങ് കൊടുക്കുക ഡിസിഷൻ മേക്കിംഗ്. Decision making involves the selection of a course of action from among 2 or more possible alternatives in order to arrive at a solution for a given problem. നമ്മൾ എക്കണോമിക്സിൻ്റെ 1ാം പാഠത്തിൽ ഡിസിഷൻ മേക്കിംഗ് പഠിച്ചിട്ടുണ്ട്, സെയിം ആണ്, അതിനെ എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുക. ഇറ്റ് ഇംപ്ലൈസ് എ ചോയ്സ്. ഇവിടെ ചോയ്സുമായി ബന്ധപ്പെട്ടാണ് എന്തോ ഡിസിഷൻ മേക്കിംഗ് പറയാം. ഇറ്റ് ഈസ് എ സെലക്ഷൻ പ്രോസസ്സ്. അങ്ങനെ ഉണ്ടല്ലോ കുറേ ഒരു മാർഗ്ഗങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലത് സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്, ഒരിക്കലും മാത്രം ചെയ്യേണ്ടതല്ല, ഒരു ബിസിനസ് സ്ഥിരമായി ചെയ്യേണ്ടതാണ്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി എന്നാണ്. അത് ഡിസിഷൻ മേക്കിംഗ് ഈസ് ആൻ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി എന്ന് പറയാൻ പറ്റും. എവരി ഡിസിഷൻ അഫക്റ്റ് ദ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ, മൂന്നിനെയും അഫക്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഡിസിഷൻസ് ഹാവ് വൈഡ് റാങ്കിങ്, ലോങ് ടേം ആൻഡ് ലാസ്റ്റിംഗ് ഇഫക്റ്റ്, അങ്ങനെ വൈഡ് റേഞ്ചിൽ പറയാറുണ്ട്. ഡിസിഷൻസ് ആർ ടൂൾ ഓഫ് മാനേജ്മെൻറ്റ്, അത് മാനേജ്മെൻറ്റ് ടൂൾ. 5 പോയിൻ്റ് കൊടുത്താൽ മതി, ഈസിയുള്ളത് എഴുതിയാൽ മതി. അപ്പോൾ തന്നെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് അതും എക്കണോമിക്സിൽ പറഞ്ഞത് തന്നെയാണ്, സെയിം എടുത്താൽ മതി. നല്ലൊന്ന് മാർക്ക് ചെയ്യുന്നു മാത്രം. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി പ്രോബ്ലം, 2 സെലക്ഷൻ സീക്സ് ഫാക്ടർ ഓർ സെലക്ഷൻ ഓഫ് ദി ഫാക്ടർ, ഡിറ്റർമിനേഷൻ ഓഫ് പോസിബിൾ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ, അതുപോലെ തന്നെ ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്. അങ്ങനെ തന്നെയാണ് ഒരു എന്താ പറയുക പ്രോബ്ലം കണ്ടെത്തുക, ആ പ്രോബ്ലത്തിലേക്ക് വേണ്ട ഇൻഫർമേഷൻ സെലക്ട് ചെയ്യുക, അതിനെ സോൾവ് ചെയ്യാൻ വേണ്ട വ്യത്യസ്ത മാർഗ്ഗങ്ങൾ കണ്ടെത്തുക, അല്ലെ ഓരോ മാർഗ്ഗത്തെ നമ്മൾ എന്ത് ചെയ്യുക വിലയിരുത്തുക, എന്നിട്ട് എന്ത് ചെയ്യുക സെലക്ഷൻ ഓഫ് ആൻ ഓൾട്ടർനേറ്റീവ്, ഒരു മാർഗ്ഗത്തെ സ്വീകരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക ഇംപ്ലിമെൻറ്റേഷൻ, അതിനെന്ത് ചെയ്യുക നടപ്പിൽ വരുത്തുക. പ്ലാനിംഗ് എന്നുള്ള ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ, എഴുതി അയച്ചു തരാം കേട്ടോ.